ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ റാം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നാണ്. നമ്മൾ ഡെസ്ക്ടോപ്പിനകത്ത് ഇടാൻ വേണ്ടി ഒരു 8 GB റാം വാങ്ങിച്ചിട്ടുണ്ട്. ഈ 8 GB റാം നമുക്ക് എങ്ങനെ നമ്മുടെ പഴയ ഡെസ്ക്ടോപ്പിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ റാം കൂട്ടാൻ നോക്കാം. ഇപ്പോൾ അതിനകത്ത് ഓൾറെഡി 4 GB റാമാണ് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു 8 GB കൂടെ ആഡ് ചെയ്തിട്ട് 8 4 കൂടെ ചേർത്ത് 12 GB റാം ആക്കി നമ്മുടെ ഡെസ്ക്ടോപ്പിന് മാറ്റുന്നത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. ഇതിനുവേണ്ടി സർവീസ് സെൻ്ററിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള റാം വാങ്ങിക്കാം. ഇതിപ്പോൾ 8 GB റാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഏകദേശം 1100 രൂപയാണ് ആയത്. ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ 8 GB റാം നമുക്ക് 1100 രൂപ കിട്ടിയത്. ഈ 1100 രൂപ റാം നമുക്ക് ഡെസ്ക്ടോപ്പിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ 2 സ്ക്രൂ അഴിച്ചെടുക്കുക എന്നുള്ളത്. ജസ്റ്റ് കൈ വെച്ച് കറക്കി കഴിഞ്ഞാൽ ആ ഒരു 2 സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഈ 2 സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കവർ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്തെടുക്കാം. അതങ്ങോട്ട് കിടക്കാതെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ റാം ഊരിയെടുക്കുന്ന പ്രോസസ്സാണ്. റാം ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ റാം വന്നിരിക്കുന്നത്. ഈ ഒരു സ്ലോട്ടിലാണ് റാം വരുന്നത്. നമുക്ക് റാം ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലിപ്പ് രണ്ടും ഒന്ന് മുകളിലേക്ക് താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റാം നമുക്ക് ഇത്തരത്തിൽ ഊരിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇതിനകത്തൊരു 4 GB റാമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് കാണുന്നത് നമുക്കൊരു 2 സ്ലോട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു 2 GB റാമുണ്ട്. നമുക്ക് ഈ 2 GB റാം മാറ്റിയിട്ട് ആ സ്ലോട്ടിൽ ഈ പുതിയതായിട്ട് വാങ്ങിയ 8 GB റാം ആഡ് ചെയ്യാം. അപ്പോൾ 8ഉം 4ഉം ചേർത്ത് 12 GB റാം നമുക്ക് എഫക്റ്റ് ആവും. ഓക്കെ, നമുക്ക് ഈ പുതിയ റാം ഒന്ന് ഓപ്പൺ ചെയ്യാം. കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ റാമാണ് വാങ്ങിച്ചിരിക്കുന്നത്. റാം വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൻ്റെ ആ ഒരു DDR1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ള കാര്യം നോക്കി വാങ്ങുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം DDR3 ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിസ്റ്റത്തിൻ്റെ മോഡൽ നമ്പർ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ DDR2 ആണോ 3 ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അത് നോക്കി വാങ്ങുക. നമുക്ക് ഇനി റാം ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ റാം അതിനകത്ത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റാം ഊരി മാറ്റിയ അതേ സ്ലോട്ടിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കണം. പ്രസ് ചെയ്യുമ്പോൾ ഈ 2 ലോക്കും കറക്റ്റായിട്ട് വീണമെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ആ റാം തിരിച്ചവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ റാം അതിനകത്തേക്ക് തിരിച്ച് ഇൻസർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. വളരെ സിമ്പിളാണ്. നമ്മൾ ഊരിയെടുത്ത ആ സ്ലോട്ടിലേക്ക് തന്നെ തിരിച്ച് പ്രസ് ചെയ്ത് വയ്ക്കുക. പിന്നെ പ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ റാമിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ചെറിയ കട്ടിങ് ഉണ്ടായിരിക്കും. ഈ കട്ടിങ് നമ്മുടെ മദർ ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തും ഉണ്ടായിരിക്കും. ആ 2 കട്ടിങ്ങും ഒരേപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് അങ്ങ് കയറി പൊയ്ക്കോളും. അതിനുശേഷം ആ ക്ലിപ്പ് രണ്ടും ഓട്ടോമാറ്റിക്കലി വന്ന് വീഴേണ്ടതാണ്. അഥവാ വീണില്ല എന്നുള്ളത് ജസ്റ്റ് കൈവശം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനകത്ത് റാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാം അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ് റാം കമ്പ്യൂട്ടറിനകത്ത് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരുപാട് പഴയ സിസ്റ്റമൊക്കെ ആണെങ്കിൽ റാം കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടും. റാം ഒരു ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് പുതിയൊരു SSD കൂടെ വാങ്ങി ഇട്ട് കൊടുത്താൽ നിങ്ങൾ പുതിയ സിസ്റ്റം വാങ്ങേണ്ട ആവശ്യമില്ല. പഴയ സിസ്റ്റം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസിൽ മാറ്റം ഉണ്ടാവും. അത് എനിക്ക് സ്വന്തമായിട്ട് അനുഭവം ഉണ്ടായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം SSD അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തന്നെ സിസ്റ്റത്തിൻ്റെ ഒരു പെർഫോമൻസ് മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു പുതിയ സിസ്റ്റം വാങ്ങേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. പഴയ സിസ്റ്റം ഹാങ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാരണവശാലും പുതിയ സിസ്റ്റം എടുക്കേണ്ട ഒരു കാര്യമില്ല. ഈ പഴയ സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഒരു SSDക്ക് ഏകദേശം 2000 രൂപയോളം കൊടുത്താൽ 256 GB SSD കിട്ടും. ആ ഒരു SSD പിന്നെ 1000-1500 രൂപയ്ക്കകത്ത് തന്നെ ഒരു 8 GB റാം വാങ്ങിച്ചിടാൻ പറ്റും. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സിസ്റ്റം ഒരു പുതിയ സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്